കുറേ നാളായി പിസ്സ കഴിച്ചിട്ട്. അപ്പോൾ പിന്നെ ഡോമിനോസ് കണ്ടപ്പോൾ കാർ അവിടെ അങ്ങോട്ട് അടുപ്പിച്ചു. പിന്നെ ഒന്നും നോക്കിയില്ല, രണ്ടെണ്ണത്തിന് അങ്ങോട്ട് ഓർഡർ കൊടുത്ത് ഒരു മൂലയിൽ അങ്ങോട്ട് സ്ഥാനം ഉറപ്പിച്ചു. അധികം തിരക്കില്ലാത്തതുകൊണ്ട് പിസ്സ ഉണ്ടാക്കുന്നത് കൂടി നിങ്ങളൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. വളരെ സിമ്പിളായിട്ടാണ് ആൾ പിസ്സ ഉണ്ടാക്കുന്നത്, അധികം ബുദ്ധിമുട്ടൊന്നുമില്ല. അതുപോലെ നല്ല സ്പീഡിലാണ്, ഒട്ടും തന്നെ ടൈമൊന്നും വേസ്റ്റ് ചെയ്യാണ്ട് അവർ ഉണ്ടാക്കണമെന്ന് കണ്ടു നിൽക്കാൻ തന്നെ ഒരു പ്രത്യേക രസം തന്നെയാണ് കേട്ടോ. ആദ്യം തന്നെ ഇതിൻ്റെ മാവൊക്കെ എടുത്ത് നന്നായിട്ടൊന്ന് കുഴച്ച് അതിൻ്റെ വലിപ്പമൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നേരെ അവർ ആ അച്ചിലേക്ക് ഇട്ട് ആദ്യം തന്നെ അതിൻ്റെ സൈസ് ഒന്ന് കറക്റ്റ് ചെയ്യാണ്. പിന്നെ നേരെ അടുത്ത ആളൊക്കെ അങ്ങോട്ട് പാസ് ചെയ്യാണ്. അടുത്ത ആളാണെങ്കിൽ അത് കിട്ടുമ്പോൾ തന്നെ അതിൻ്റെ മുകളിൽ ഒരുപാട് മയ അങ്ങോട്ട് അറഞ്ചം പറഞ്ഞങ്ങോട്ട് കിട്ടും. അതുപോലെ തന്നെ അതിൻ്റെ മുകളിലേക്ക് ഒരുപാട് ചീസ് അങ്ങോട്ട് വാരി വെതറി അങ്ങോട്ട് തൂക്കിയിട്ടുണ്ടായി. ഇതുകൂടാതെ നമ്മുടെ കൂണ് കട്ട് ചെയ്തത് നന്നായിട്ട് ഇങ്ങനെ സ്പ്രിങ്കിൾ ചെയ്തിട്ടുണ്ടായി. അതുകൂടാണ്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ ചിക്കൻ, മെയിനായിട്ടുള്ള ചിക്കനും കൂടി ഇങ്ങനെ കറക്റ്റായിട്ട് ഇങ്ങനെ ഗ്യാപ്പൊക്കെ ഇട്ട് നിരത്തി അവസാനമായിട്ട് ആൾ കുറച്ച് അലപ്പിനോ ഇതേപോലെ തന്നെ വീണ്ടും ഒന്ന് നന്നായിട്ട് നിരത്തി കഴിഞ്ഞു. ഇത്രയുള്ള നമ്മുടെ പണി. ഇനി നേരെ ഓവനിലേക്ക് കൊണ്ട് കയറ്റാനുള്ള പരിപാടിയാണ്. പിന്നെ ഇത് ഓവനിൽ നിന്ന് പുറത്തെടുക്കുമ്പോഴാണ് കേട്ടോ അവർ ആവശ്യത്തിനായിട്ടുള്ള ഫ്ലേവർ അനുസരിച്ചുള്ള സോസും കാര്യങ്ങളൊക്കെ ഒഴിച്ചിട്ട് നമുക്ക് പാക്ക് ചെയ്ത് തരുന്നത്. ഞാനിവിടെ 2 ഫ്ലേവറാണ് ഓർഡർ ചെയ്തത്. ഒന്ന് ഡൈനമൈറ്റ്, രണ്ടാമത്തെ റാഞ്ച്. അപ്പോൾ നമുക്ക് രണ്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഡൈനമൈറ്റിനെ പറ്റി പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യമില്ല, ഇപ്പോൾ കുറച്ച് പോപ്പുലറാണ്, എല്ലാവരും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഫ്ലേവറും കൂടിയാണ്. ഇതൊരു പീസ് കടിച്ചു നിന്നിട്ട് പിന്നെ അടുത്തേക്ക് പോകാമെന്ന് വിചാരിച്ചത്, പക്ഷേ നമുക്ക് ഇതിൻ്റെ ടേസ്റ്റ് കൊണ്ട് ഒരു 2 കടിയും കൂടി കൂടുതൽ കടിക്കേണ്ടതായിട്ട് വന്നു. പിന്നെ ക്യാമറമാൻ്റെ കൊതി ഇളകി നിൽക്കുന്നതുകൊണ്ട് പിന്നെ വേറെ ഒന്നും നോക്കിയില്ല, അടുത്ത ഫ്ലേവറായ റാഞ്ചിലേക്ക് തന്നെ പോയി. അപ്പോൾ അതും കഴിച്ച് നോക്കിയപ്പോൾ നല്ല സ്പൈസിയാണ്. സ്പൈസി എന്ന് വെച്ചാൽ മറ്റേ ഡൈനമൈറ്റിനേലും കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടി സ്പൈസിയാണ്, പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ കഴിക്കാനായിട്ട്. ഈ 2 ഫ്ലേവറിൽ വെച്ച് എനിക്ക് ഇഷ്ടമായത് റാഞ്ചാണ്. അപ്പോൾ ഈ 2 ഫ്ലേവർ കഴിച്ചിട്ടുള്ള ആളുകളൊക്കെ ഏത് ഫ്ലേവറാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്നുള്ളത് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണേ.